മീൻകറി ഉണ്ടാക്കാൻ നോക്കാം. ഇത് കൊച്ചു പിള്ളേർക്ക് വരെ ഉണ്ടാക്കാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പം നിങ്ങൾ വീഡിയോയിലേക്ക് കാണുക. നമ്മൾ ആദ്യം ഒരു ചീനച്ചട്ടിയിലേക്ക് എണ്ണ അങ്ങോട്ട് ഒഴിക്കുക. എണ്ണ അങ്ങോട്ട് ആയി വന്നു കഴിയുമ്പോൾ നല്ലപോലെ ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് കടുക് അങ്ങോട്ട് ഇടുക. കടുക് ഇടുക. അതിനുശേഷം പൊട്ടി കഴിയുമ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരിഞ്ഞ് കൂടെ ചേർക്കുക. പിന്നെ നമ്മൾ കറിവേപ്പിലയും കൂടെ ചേർക്കുക. അതിനുശേഷം നമ്മളൊരു 1.5 ടീസ്പൂൺ മുളക് പൊടി അങ്ങ് ചേർക്കുക. ഇല്ല, ഒരു 2 ഇരിക്കട്ടെ, ഒരു ഗുമ്മ് കിട്ടട്ടെ. എന്നിട്ട് നമ്മളത് ഇങ്ങനെ അങ്ങോട്ട് കണ്ടോ, ഇതുപോലെ അങ്ങോട്ട് കുറച്ച് പച്ചപ്പൊക്കെ മാറാൻ വേണ്ടി ഒന്ന് ഇളക്കുക. അതിനുശേഷം അതിലേക്ക് ഉപ്പിടുക. പിന്നെ നമ്മളതിലേക്ക് 1 കപ്പ് വെള്ളം ഇങ്ങനെ ചേർക്കുക. ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെയാണ് ഇളക്കുക. ഇത്രയും പഠിച്ചില്ലേ നിങ്ങൾ? നമ്മൾ ഇതെടുത്തിട്ട് നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കിയ കിളിമീൻ മുറിച്ചതുണ്ട്. അതിലേക്ക് നമ്മൾ നമ്മുടെ ഈ കൂട്ടുമിശ്രിതെല്ലാം ഇതിലേക്ക് അങ്ങ് ചേർക്കുക. ആഹാ, നല്ല ചീനച്ചട്ടിയാണ് ഇത്. നമ്മളിങ്ങനെ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഓർക്കും, ഇതെന്തിനാണ് ഇങ്ങനെ ചേർക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചീനച്ചട്ടി ഇതിലിങ്ങനെ ഇട്ടിട്ട് നമ്മുടെ മൺചട്ടിയിലേക്ക് ഇടുവാണെങ്കിൽ ഈ മൺചട്ടി പൊട്ടത്തില്ല. അല്ലെങ്കിൽ ഇപ്പോഴത്തെ മൺചട്ടിയൊക്കെ ഇങ്ങനെ പൊട്ടും. നമുക്ക് ആവശ്യത്തിന് കുടംപുളിയും കൂടെ കഴുകി വൃത്തിയാക്കി ഇതിലേക്ക് അങ്ങ് ചേർക്കുക. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഞാൻ ആദ്യം ചേർത്തില്ല, ഞങ്ങൾ ലാസ്റ്റാണ് ചേർക്കുന്നത്. അപ്പം ഉപ്പും കൂടെ ചേർക്കുക. ഇത് വീണ്ടും നമുക്ക് അടച്ചു വെച്ചേക്കാം. വാവ്, നല്ല മണം. ഇനി നമുക്കിതിലേക്ക് സ്വല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് ചുറ്റിച്ചങ്ങോട്ട് ഒഴിക്കാം. ഇതുകൊണ്ട് ഇങ്ങനെ അങ്ങ് ചേർക്കുക. അതിനുശേഷം നമ്മൾ ഇതുകൊണ്ട് ഒന്ന് ഇങ്ങനെ നടക്കുക. ഇങ്ങനെ നമ്മളൊന്ന് നടക്കുക. ഇളക്കിയതിന് ശേഷം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മീൻകറി തിളച്ചത് കണ്ട നല്ല മണമാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക.